My precious children of God, especially women folk, I would like to tell you this is a great day. This is a Women's Day. എൻ്റെ ദൈവമക്കളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇന്ന് മഹത്തായ ഒരു സുദിനമാണ്. ഇന്ന് വനിതാ ദിനമാണ്. I welcome all of you, especially women folk, in the name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും, പ്രത്യേകിച്ച് സ്ത്രീകളെ, ഞാൻ സ്വാഗതം ചെയ്യുന്നു. The Bible says that women are weak vessels. സ്ത്രീകൾ ബലഹീന പാത്രമാണെന്ന് വേദപുസ്തകം പറയുന്നു. 1 Peter chapter 3 verse 8 says so. 1 പത്രോസ് 3:7 അപ്രകാരം പറയുന്നു. But at the same time, if you read Philippians 4:13, it says, I can do all things through Christ who strengthens me. എന്നാൽ അതേസമയം നിങ്ങൾ ഫിലിപ്പിയർ 4:13 വായിക്കുകയാണെങ്കിൽ അവിടെ വചനം പറയുന്നു, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. You may be nothing in this world. നിങ്ങൾ ഈ ലോകത്തിൽ ഒന്നുമല്ലായിരിക്കാം. But when you have Jesus in you, your whole life will be transformed. എന്നാൽ യേശു നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി It will രൂപാന്തരപ്പെടും. become a beautiful one. അത് മനോഹരമായ ഒരു ജീവിതമായി തീരും. Yes, God has made me in that way, and I am able to shine for His glory because of His grace and mercy. അതെ, ദൈവം എൻ്റെ ജീവിതത്തെ മനോഹരമാക്കി തീർത്തു. ദൈവത്തിന്റെ കൃപയാൽ ദൈവനാമ മഹത്വത്തിനായി ശോഭിക്കുവാൻ എനിക്ക് സാധിച്ചു. But my friends, you may say, oh sister, so many problems. All the time I am crying. I don't have peace. You may be crying like that. എന്നാൽ നിങ്ങൾ ഇങ്ങനെ പറയുകയാവാം, അയ്യോ സഹോദരി, എനിക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്, ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്ക് സമാധാനമില്ല. Today I am going to tell you, you can shine for God's glory and you can lead a beautiful life in this world. ഇന്ന് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്ക് ദൈവനാമ മഹത്വത്തിനായി ശോഭിക്കുവാനും ഈ ലോകത്തിൽ മനോഹരമായ ജീവിതം നയിക്കുവാനും സാധിക്കും. You may say all the time, you may be crying. അയ്യോ, ഞാൻ എല്ലായ്പ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ നിങ്ങൾ പറഞ്ഞേക്കാം. But the Lord says, I'll make you a blessed person, taking away all your tears into joy. എന്നാൽ ദൈവം പറയുന്നു, നിങ്ങളുടെ കണ്ണുനീരെല്ലാം സന്തോഷമാക്കി മാറ്റി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാക്കി മാറ്റും. How it can be done? അതെങ്ങനെ സംഭവിക്കും? Is it possible? അത് സാധ്യമാണോ? There is a beautiful verse in the Bible. ഒരു മനോഹരമായ വേദവചനമുണ്ട്. A man called Saul became Paul. അവിടെ ശൗൽ എന്ന മനുഷ്യൻ പൗലോസായി മാറുന്നു. He was doing all kinds of wrong things against Jesus Christ. ശൗൽ യേശുക്രിസ്തുവിനെതിരായി സകല തെറ്റായ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. Bible says in Romans 9 that he was a vessel of wrath. റോമർ 9:23 പറയുന്നു, ശൗൽ ഒരു He കോപപാത്രമായിരുന്നു. became the vessel of grace. എന്നാൽ അതേ വചനം പറയുന്നു, അവൻ ഒരു മാനപാത്രമായി തീർന്നു. This is the important thing, my dear sisters. എന്റെ പ്രിയ സഹോദരിമാരെ, പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. Hear this very carefully. നിങ്ങൾ ഇത് അതീവ ശ്രദ്ധയോടെ കേൾക്കുവിൻ. How he received that experience. എങ്ങനെയാണ് ശൗലിന് ആ അനുഭവം ലഭിച്ചത്? Galatians chapter 2 verse 20, I have been crucified with Christ. It is no longer I who live, but Christ lives in me. And the life which I now live in the flesh, I live by faith in the Son of God, who loved me and gave himself for ഞാൻ me. ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. This is the thing which transformed his life from Saul to Paul. ഈ അനുഭവമാണ് അവനെ രൂപാന്തരപ്പെടുത്തിയത്. ശൗലായിരുന്ന അവനെ പൗലോസാക്കി മാറ്റിയത്. Vessel of wrath to vessel of ഒരു grace. കോപപാത്രമായിരുന്ന അവനെ മാനപാത്രമാക്കി മാറ്റിയത്. This is the first and the foremost thing you must learn, my sister. എന്റെ സഹോദരി, നിങ്ങൾ ആദ്യം പഠിക്കേണ്ട കാര്യം ഇതാണ്. Maybe you are leading a useless life, all the time crying, all the time making others cry like that, not a blessed life. എപ്പോഴും കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കരയിച്ചുകൊണ്ട് ഒന്നിനും കൊള്ളാത്ത അനുഗ്രഹീതമല്ലാത്ത ഒരു ജീവിതമായിരിക്കാം നിങ്ങൾ നയിക്കുന്നത്. But as the Saul says how he became Paul, you have to be crucified with എന്നാൽ താൻ Christ. എങ്ങനെയാണ് പൗലോസായി മാറിയതെന്ന് ശൗൽ പറഞ്ഞതുപോലെ നിങ്ങളും ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടണം. Christ, through this crucifixion, he should come and stay in your heart. ഈ ക്രൂശീകരണത്തിലൂടെ ക്രിസ്തു വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യണം. Christ and yourself should be combined, should be united together. നിങ്ങളും ക്രിസ്തുവും പരസ്പരം ഒന്നായി തീരണം.
In my life also, I am a Christian, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, born Christian, ജന്മനാൽ but ക്രിസ്ത്യാനിയാണ്. I had no connection with Christ. എന്നാൽ കർത്താവുമായി എനിക്കൊരു ബന്ധവും I was just ഉണ്ടായിരുന്നില്ല. going to the church as I ought to go to the church. ഞാൻ പള്ളിയിൽ പോകണമല്ലോ എന്ന് വിചാരിച്ച് പള്ളിയിലേക്ക് പോകും, അത്ര But a തന്നെ. day came when I lost all my hope, all my joy, all my peace in this world. എന്നാൽ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായി, അന്ന് എന്റെ സകല സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു. When I turned my eyes towards the cross, പിന്നീട് ഞാൻ എന്റെ കണ്ണുകളെ ക്രൂശിങ്കിലേക്ക് തിരിച്ചപ്പോൾ that Jesus laid his life for me to give me a new എനിക്ക് life. ജീവൻ നൽകുന്നതിന് യേശു തന്നെത്താൻ യാഗമായി അർപ്പിച്ച ക്രൂശിലേക്ക് ഞാൻ The നോക്കിയപ്പോൾ same experience I too had. അതേ അനുഭവം എനിക്കുമുണ്ടായി. I was crucified with Christ. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. I am living with Christ today. ഞാൻ ഇന്ന് ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നു. And Jesus loves me. യേശു എന്നെ സ്നേഹിക്കുന്നു. My friends, എന്റെ സ്നേഹിതന്മാരെ, especially my sisters, പ്രത്യേകിച്ച് സഹോദരിമാരെ, ladies, സ്ത്രീകളെ, you have to give your life to Jesus Christ. നിങ്ങൾ ജീവിതം യേശുവിന് നൽകണം. He gave his life on the cross just for you. യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തന്റെ ജീവൻ വെടിഞ്ഞു. Whatever sinful activities seen in your life, it may create problem. നിങ്ങളിൽ എന്തെങ്കിലും പാപപ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അത് നിമിത്തം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. Life will be ruined because of that. അക്കാരണത്താൽ നിങ്ങളുടെ ജീവിതം നശിക്കും. You won't have peace and joy. നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും No ഉണ്ടാകില്ല. blessing. യാതൊരു അനുഗ്രഹങ്ങളും But when ലഭിക്കില്ല. you look to Jesus Christ on the cross, എന്നാൽ നിങ്ങൾ ക്രൂശിലെ യേശുവിങ്കിലേക്ക് കണ്ണുകൾ blood ഉയർത്തുമ്പോൾ of Jesus Christ which was shed on the cross will cleanse you and give you a new life. യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ചിന്തിയ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കും, നിങ്ങൾക്ക് പുതിയൊരു ജീവിതം Even നൽകും. though I was born as a Christian, I was not a true Christian ഞാൻ ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചിരുന്നതെങ്കിലും ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി until my ആയിരുന്നില്ല. 21st year. എന്റെ 21ാമത്തെ വയസ്സ് One day I knelt down ഒരു ദിവസം ഞാൻ and മുട്ടുകുത്തി. accepted Jesus as my savior. ഞാൻ യേശുവിനെ എന്റെ രക്ഷകനായി സ്വീകരിച്ചു. Jesus came into my heart. യേശു എന്റെ ഹൃദയത്തിലേക്ക് വന്നു. I became a true Christian. ഞാൻ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറി. As you are born a Christian, you are not a Christian. നിങ്ങൾ ജന്മനാ ക്രിസ്ത്യാനിയായിരിക്കാം, എന്നാൽ നിങ്ങൾ യഥാർത്ഥ When ക്രിസ്ത്യാനിയല്ല. Jesus comes and stays with you and give you a new life, you will become a true യേശു Christian. നിങ്ങളോടൊപ്പം വന്ന് വസിക്കുമ്പോൾ, നിങ്ങൾക്ക് പുതിയ ജീവിതം നൽകുമ്പോൾ, നിങ്ങൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി Then your മാറും. whole life will be transformed. അപ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ രൂപാന്തരപ്പെടും. God will be there. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് The peace ഉണ്ടാകും. of God will be there. ദൈവ സമാധാനം All ഉണ്ടാകും. the time you will be rejoicing, നിങ്ങൾ എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കും. singing and rejoicing in the Lord. നിങ്ങൾ കർത്താവിൽ ഘോഷത്തോടെ ആനന്ദിക്കും. That's what I am doing now. അതാണ് ഞാനിപ്പോൾ And you ചെയ്തുകൊണ്ടിരിക്കുന്നത്. can lead your life according to the will of God the Father. നിങ്ങൾ പിതാവായ ദൈവത്തിന്റെ ഹിതാനുസരണം ജീവിക്കുമ്പോൾ Everything will be blessed by the Lord. ജീവിതത്തിലെ സകലതിനെയും ദൈവം അനുഗ്രഹിക്കും. I am 87 now. എനിക്കിപ്പോൾ 87 വയസ്സായി. The Lord has given me a beautiful family life. കർത്താവ് എനിക്ക് മനോഹരമായ കുടുംബ ജീവിതം നൽകി. Children and grandchildren. മക്കളെയും കൊച്ചുമക്കളെയും നൽകി. The peace that passeth all understanding. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനവും. Every blessing which I ask the Lord will be provided in a beautiful way. ഞാൻ ദൈവത്തോട് യാചിച്ച സകല അനുഗ്രഹങ്ങളും അതിമനോഹരമായി ദൈവം എനിക്ക് But നൽകി. you may be crying, my sister. എന്നാൽ സഹോദരിമാരെ, നിങ്ങൾ I കരയുകയായിരിക്കാം. don't have നിങ്ങൾ peace. പറയുന്നു, എനിക്ക് I don't സമാധാനമില്ല, have joy. എനിക്ക് My സന്തോഷമില്ല, family life is broken. എന്റെ കുടുംബ ജീവിതം തകർന്നിരിക്കുന്നു. But let me welcome you, sister. എന്നാൽ ഞാൻ നിങ്ങളെ സ്വാഗതം Come ചെയ്യുന്നു. to the Lord Jesus നിങ്ങൾ Christ. കർത്താവായ യേശുവിങ്കിലേക്ക് വരുവിൻ. As we read in Galatians 2:20, ഗലാത്യർ 2:20 വായിക്കുന്നത് പോലെ, look unto the cross. ക്രൂശിലേക്ക് നോക്കുവിൻ. Jesus gave his life for you. നിങ്ങൾക്ക് വേണ്ടി യേശു ജീവന് വെടിഞ്ഞ He ക്രൂശിലേക്ക്, shed his blood for you. നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ ക്രൂശിലേക്ക്, Ask him to cleanse you from all your sins and iniquities. സകല പാപവും അകൃത്യവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ നിങ്ങൾ യേശുവിനോട് യാചിക്കുവിൻ. And you will become a child of അപ്പോൾ God. നിങ്ങൾ ദൈവത്തിന്റെ പൈതലായി തീരും. Afterwards, God will take care of അതിനുശേഷം you. ദൈവം നിങ്ങളുടെ ജീവിതം ഏറ്റെടുക്കും, നിങ്ങളെ You have to പരിപാലിക്കും. talk to him. നിങ്ങൾ കർത്താവിനോട് He will സംസാരിക്കണം. be like your friend. കർത്താവ് നിങ്ങളുടെ സ്നേഹിതനെ പോലെ ആയിത്തീരും. What a great blessing it will be. എത്ര മഹത്തായ അനുഗ്രഹമാണിത്. This is what I'm going to stress, that you should be possessed with such a life. നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ജീവിതം സ്വന്തമാക്കണമെന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. God will take away all your നിങ്ങളുടെ worry. വിഷമങ്ങളെല്ലാം കർത്താവ് എടുത്തു Your മാറ്റും. home will be a sweet home, നിങ്ങളുടെ ഭവനം മാധുര്യമേറിയ ഭവനമാകും. filled with the presence of ദൈവ God. സാന്നിധ്യത്താൽ നിറഞ്ഞ ഭവനമായി തീരും. Today you are going to receive this ഇന്ന് blessing. നിങ്ങൾ ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ പോകുന്നു. My sister, എന്റെ സഹോദരിമാരെ, how many of you want to enjoy this നിങ്ങളിൽ experience? എത്ര പേർ ഈ അനുഭവം ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? Would you like to pray with me? നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. Come.
വരൂ, Come. വരൂ. Let us look to Jesus. നമുക്ക് യേശുവിലേക്ക് നോക്കാം. He gave his life on the cross for you. യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ തന്റെ ജീവൻ വെടിഞ്ഞു. Now he will lay his hands upon you. ഇപ്പോൾ യേശു തന്റെ കരങ്ങൾ നിങ്ങളുടെ മേൽ വെക്കും. He will transform you. യേശു നിങ്ങളെ You will രൂപാന്തരപ്പെടുത്തും. become a new person. നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി തീരും. Washed by the blood of Jesus Christ. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട വ്യക്തി. And he will write your book in the book of heaven. സ്വർഗ്ഗത്തിലെ പുസ്തകത്തിൽ യേശു നിങ്ങളുടെ പേരെഴുതും. And daily he will watch you. ദിനം പ്രതി യേശു നിങ്ങളെ നിരീക്ഷിക്കും. So he will be staying with you in your home. യേശു നിങ്ങളുടെ ഭവനത്തിൽ വസിക്കും. What a blessed life it will be. എത്ര അനുഗ്രഹീതമായ Would you like to ജീവിതമായിരിക്കും. have such an experience? അതുപോലെയുള്ള അനുഭവം നിങ്ങൾക്ക് വേണമോ? Those who are praying for such people, you are a blessed person. അതുപോലെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹീതരാണ്. Come, let us all together pray and look to the Lord. വരൂ, നമുക്ക് ഒത്തൊരുമിച്ച് കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. Father, പിതാവേ, thank you, Lord, for giving your life on the cross, ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ജീവൻ വെടിഞ്ഞതിന് നന്ദി. suffering on the cross, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ചതിന്, broken to pieces on the ഞങ്ങൾ cross, നിമിത്തം ക്രൂശിൽ for തകർക്കപ്പെട്ടതിന്, each one of us, Father, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി shed your blood on the cross, അങ്ങ് ക്രൂശിൽ രക്തം ചിന്തി. just for our sins, Father. ഞങ്ങളുടെ പാപങ്ങൾക്കായി Forgive all our sins. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണം. Those who are hearing this ആരെല്ലാം ഈ message, സന്ദേശം കേൾക്കുന്നുവോ let them all be അവരും transformed, രൂപാന്തരം പ്രാപിക്കട്ടെ. become your children, അങ്ങയുടെ മക്കളായി തീരട്ടെ. receive the power of God, ദൈവശക്തി പ്രാപിക്കട്ടെ. receive the blessing of God, ദൈവാനുഗ്രഹം പ്രാപിക്കട്ടെ. be with them, Father, അവരോടൊപ്പം ആയിരിക്കണം. and supply all their needs. അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റണം. Make them shine for your glory. അങ്ങയുടെ നാമമഹത്വത്തിനായി അവരെ പ്രകാശിപ്പിക്കണം. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.